ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 9ഓളം അപ്ഡേറ്റുകളാണ് പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ട്വിസ്റ്റേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ന്യൂസിലാൻഡിൽ ഇപ്പോൾ മുതൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ HD ഇംഗ്ലീഷ് വേർഷനും ഹിന്ദി വേർഷനും ഒക്കെ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് പിന്നെ ശേഖർ ഹോം എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആഗസ്റ്റ് മാസം 14-ാം തീയതി ജിയോ സിനിമ വഴി ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് പിന്നെ ഒരു കൊറിയൻ മിസ്റ്ററി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു എക്സ്ഹ്യൂമർ എന്ന് പറഞ്ഞ സിനിമ. കൊറിയൻ ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തായിരുന്നു ഈ ഒരു സിനിമ. മൾട്ടി ലാംഗ്വേജിൽ ഇപ്പോൾ ബുക്ക് മൈ ഷോസ് വഴി കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു കൊറിയൻ മൂവി തന്നെയാണ് ഹൈജാക്ക് 197 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷയിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ് ഡാർലിംഗ് എന്നാണ് സിനിമയുടെ പേര്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് തലവൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പിന്നെ ആസിഫ് അലി അതുപോലെ തന്നെ ബിജു മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. OTT പ്ലാറ്റ്ഫോം ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സോണി ലീവ് ആണ് ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. സോണി ലീവിൽ ഈ അടുത്ത് ടർബോ റിലീസ് ചെയ്തു. അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് തലവൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഈ ഒരു സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് പിന്നെ നമ്മുടെ ധനുഷിന്റെ 50ാമത്തെ സിനിമയായിരുന്നു രായ് എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. രായ് എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈം അതുപോലെ തന്നെ സൺനെക്സ്റ്റ് ആണ് OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം 23-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 15-ാം തീയതി റെന്റ് ഓപ്ഷനിലും ആഗസ്റ്റ് മാസം 23-ാം തീയതി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാണാവുന്ന രീതിയിൽ നോർമൽ സബ്സ്ക്രൈബേഴ്സിന് കാണാവുന്ന രീതിയിലും ഈ സിനിമ റിലീസ് ചെയ്യുന്ന OTT റിലീസ് ചെയ്യും ആമസോൺ പ്രൈമിൽ എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ദിലീപിന്റെ ഒരു സിനിമയായിരുന്നു പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആണ്. കമ്മിങ് സൂൺ പോസ്റ്റർ ഒക്കെ ഇതിനു മുമ്പേ തന്നെ പുറത്ത് വന്നിരുന്നു. അപ്പം ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. ഓണം സ്പെഷ്യലായിട്ട് മഴവിൽ മനോരമയിൽ ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സിംപ്ലി സൗത്തിലും ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ്, സിനിമകളുടെ സീരീസുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പുല്ല് റൈസിംഗ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട് ആമസോൺ പ്രൈം വഴി. അപ്പോൾ ഓവർസീസിലാണ് വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.